Hello dear students, welcome back to the world of web. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഉൾപ്പെടെ കുറേയേറെ ടാഗുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് ആദ്യമായിട്ട് നാം പരിചയപ്പെടാൻ പോകുന്നത് അഡ്രസ് ടാഗ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും അവരെ കോൺടാക്റ്റ് ചെയ്യാനൊരു അഡ്രസ്സ് കാണണമല്ലോ. അത്തരം അഡ്രസ്, കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് അഡ്രസ് ടാഗ്. അതിന് പ്രത്യേകിച്ച് ആട്രിബ്യൂട്ട്സൊന്നും തന്നെയില്ല. ഞാനത് ഉപയോഗിച്ചിട്ടുള്ള ഒരു കോഡ് നിങ്ങളെ കാണിക്കുകയാണ്. ഇവിടെ കൈറ്റ് IT ഡിവിഷൻ പൂജപ്പുര തിരുവനന്തപുരം എന്ന നിലയിലാണ് ആ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. അഡ്രസ് ടാഗിനുള്ളിൽ ശ്രദ്ധിച്ചാൽ മതി, അഡ്രസ് ടാഗിനുള്ളിലാണ് ആ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. BR ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ലൈൻ ബൈ ലൈനായിട്ട് അത് ഡിസ്പ്ലേഡ് ആവത്തില്ല. അത് മാത്രമേ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഔട്ട്പുട്ട് കൂടി നോക്കാം, കണ്ടില്ലേ? പക്ഷേ അതൊരു ഇറ്റാലിക്സ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. നമ്മളായിട്ട് I ടാഗോ EM ടാഗോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. സ്റ്റിൽ ദ കോണ്ടൻറ്റ് ഗിവൺ വിത്തിൻ ദ അഡ്രസ് ടാഗ് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ഇറ്റാലിക്സ് വെൻ വി ഓപ്പൺ ദാറ്റ് പേജ് ഇൻ വെബ് ബ്രൗസർ. ഓക്കെ, ശരി. മറ്റൊരു ടാഗ് പരിചയപ്പെടുത്തുന്നു. വളരെ രസകരമായൊരു ടാഗാണ് മാർക്ക് യു ടാഗ്. ടെക്സ്റ്റ് സ്ക്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാഗാണിത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ടെക്സ്റ്റ് സ്ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും TV കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്താ അതിൻ്റെ ചുവട്ടിൽ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി മറുഭാഗത്തേക്ക് നീങ്ങിപ്പോകുന്ന ടെക്സ്റ്റ്. നമ്മുടെ വിക്ടേഴ്സ് ചാനലിലും ഓരോ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് പുനഃസംപ്രേഷണം എന്ന് പറയുകയും ഇന്നത്തെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ എഴുതി കാണിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങളുടെ പ്രേക്ഷകരുടെ വലതുവശത്ത് നിന്ന് ആരംഭിച്ച് നീങ്ങി ഇടതുവശത്തേക്ക് പോകുന്ന ടെക്സ്റ്റ്. അപ്പോഴാണല്ലോ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് റീഡിങ്ങിന് പാകമായിട്ട് കിട്ടുക. അതിനെയാണ് ടെക്സ്റ്റ് സ്ക്രോളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് മാർക്ക് യു ടാഗ്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് നോക്കാം. ഹൈറ്റ്, വിഡ്ത്ത്, BG കളർ, ഡിറക്ഷൻ, ബിഹേവിയർ, സ്ക്രോൾ ഡിലേ, സ്ക്രോൾ എമൗണ്ട്, ലൂപ്പ്, H സ്പേസ്, V സ്പേസ് എന്നിങ്ങനെ നിരവധിയായ ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. ഈ സ്ക്രോളിംഗ് ഏരിയ, ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന ഏരിയയുടെ ഹൈറ്റ്, എന്തുമാത്രം ഹൈറ്റിലാണ് ആ സ്ക്രോളിങ്ങിന് വേണ്ടി, ടെക്സ്റ്റ് സ്ക്രോളിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബ്രൗസറിൻ്റെ എന്തുമാത്രം വിഡ്ത്ത്, ഹൊറിസോണ്ടലി എന്തുമാത്രം ഏരിയയാണ് ആ ടെക്സ്റ്റ് സ്ക്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാനാണ് ഹൈറ്റും വിഡ്ത്തും ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ വലിപ്പം എന്താണോ അതായിരിക്കും സ്ക്രോളിംഗ് ഏരിയയുടെയും വലിപ്പം. ഓക്കെ, പിന്നൊന്ന് BG കളർ. ആ ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന ഭാഗത്ത് ഒരു സെപ്പറേറ്റ് കളർ കൊടുക്കാം. പലപ്പോഴും ചാനലിലൊക്കെ നിങ്ങളത് കാണുമായിരിക്കും. ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രത്യേകം കളർ കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് BG കളർ. പിന്നൊന്ന് ഡിറക്ഷൻ. നോർമലി നമ്മളെ സംബന്ധിച്ച് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ തുടങ്ങി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു, അല്ലേ? നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ച് വലതുവശത്തും തുടങ്ങി ഇടതുവശത്തേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ സ്ക്രോളിംഗ് വരുന്നത്. അതിനെ റിവേഴ്സ് ഓർഡറിൽ കൊണ്ടുവരണമെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടാണ് റിവേഴ്സ് ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ചില ലാംഗ്വേജസ്, അറബിക് പോലെയുള്ള ചില ലാംഗ്വേജസ് റീഡിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആയതുകൊണ്ട് അത്തരം സിറ്റുവേഷനിൽ ആ ടെക്സ്റ്റ് സ്ക്രോളിങ്ങിന് റൈറ്റ് എന്ന വാല്യൂ കൊടുത്താൽ മതിയാവും. ഡിറക്ഷനിൽ മറ്റൊരു പോയിൻ്റ് കൂടി പറയേണ്ടതുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ, ടെക്സ്റ്റ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാം. അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടി ഡിറക്ഷനകത്ത് വരുന്നുണ്ട്. ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ക്രോളിംഗ് ഒരു ബിഹേവിയറാണ്. അതിങ്ങനെ ഒരു വശത്തുനിന്ന് തുടങ്ങി മറുവശത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയല്ലേ. അപ്രത്യക്ഷമാകുമ്പോൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ പോകുന്നതിനാണ് സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരെണ്ണമുണ്ട്, സ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. സ്ലൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പോയിന്റിൽ നിന്നും, ഒരു സൈഡിൽ നിന്നും അപ്പിയർ ചെയ്ത് മറുവശത്തേക്ക് വന്ന് ഇടിച്ചങ്ങ് നിൽക്കും. ഒറ്റ മൂവ്മെൻറ്റേ ഉണ്ടാകത്തുള്ളൂ. സ്ക്രോൾ ചെയ്ത് വന്ന് സ്ക്രീനിൻ്റെ മറുവശത്തെത്തി ഇടിച്ച് നിൽക്കുന്നതിനെയാണ് സ്ലൈഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നൊന്ന് ആൾട്ടർനേറ്റ് എന്ന് കൊടുക്കാൻ സാധിക്കും. അതായത് റൈറ്റിൽ തുടങ്ങി ലെഫ്റ്റിലേക്ക് വരുന്നു, ലെഫ്റ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു ബിഹേവിയറിനെയാണ് ആൾട്ടർനേറ്റ് എന്ന് പറയുക. അപ്പോൾ അതാണ് ബിഹേവിയർ എന്ന ആട്രിബ്യൂട്ടിൻ്റെ പ്രത്യേകത. മറ്റൊന്ന് സ്ക്രോൾ ഡിലേ. രണ്ട് സ്ക്രോളിങ്ങിനിടയ്ക്കുള്ള ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും, ഡിലേ. അപ്പോൾ നമുക്ക് തോന്നും ഒരു സ്ക്രോളിംഗ് തുടങ്ങി മറ്റേ എൻഡിൽ ഡിസപ്പിയർ ചെയ്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും അടുത്ത് വരുന്നതെന്ന്. അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ സ്ക്രോളിംഗ്, ആ മൂവ്മെൻറ്റ് സ്ലോ ആവുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക. രണ്ട് സ്ക്രോളിങ്ങിനിടയ്ക്കുള്ള ഡിലേ കൂട്ടുമ്പോഴത്തേനും ആ ടെക്സ്റ്റ് മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കുറയുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക.
ദാറ്റ്സ് അബൌട്ട് സ്ക്രോൾ ഡിലേ. സ്ക്രോൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാല്യൂ കൊടുക്കുക, നമ്പറാണ്. ഈ സ്ക്രോൾ ഡിലേക്കും സ്ക്രോൾ എമൗണ്ടിനും ഒക്കെ കൊടുക്കുന്നത് നമ്പേഴ്സാണ്, വാല്യൂസ് ആയിട്ട്. സ്ക്രോൾ എമൗണ്ടിന് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്, ടെക്സ്റ്റ് മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കൂടും. ലൂപ്പ് എത്ര തവണ മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കാം. നോർമലി അത് ഇൻഫിനിറ്റി ആയിരിക്കും, ആ വിഷ്വലിൽ നിൽക്കുന്ന അത്രയും സമയം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നൊന്ന് എച്ച് സ്പേസും വി സ്പേസും. എച്ച് സ്പേസും വി സ്പേസും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടെക്സ്റ്റ് ഏരിയ, സ്ക്രോളിംഗ് ഏരിയയ്ക്ക് മുമ്പും സ്ക്രോളിംഗ് ഏരിയയ്ക്ക് ശേഷവുമുള്ള സ്പേസാണ് വി സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ക്രോളിംഗ് ഏരിയയുടെ ഇടതുവശത്തും വലതുവശത്തും എന്തുമാത്രം സ്പേസ് വിടണം എന്നുള്ളതാണ് എച്ച് സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു കോഡ് നോക്കാം. ഇവിടെ ഞാൻ മാർക്ക് യു എന്ന ടാഗ് ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മാർക്ക് യു ടാഗിൽ ഞാൻ പ്രത്യേകിച്ച് ആട്രിബ്യൂട്ട്സ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല, എല്ലാം ഡിഫോൾട്ട് വാല്യൂസ് എടുക്കും. ഓൾ അവർ ഡ്രീംസ് ക്യാൻ കം ട്രൂ ഇഫ് യു ഹാവ് ദി കറേജ് ടു പെർസ്യൂ ദം എന്നാണ് അവിടെ ടെക്സ്റ്റ്. അടുത്ത രണ്ടാമത്തെ മാർക്ക് യു ടാഗിൽ ഹൈറ്റും എച്ച് സ്പേസും വി സ്പേസും ബി ജി കളറും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒപ്പം ഡയറക്ഷനും സെറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ മാർക്ക് യുവിൻ്റെ യൂസേജിൽ സ്ക്രോൾ ഡിലേ ഈക്വൽസ് 100 എന്നൊരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് വരുന്നതിൽ മാർക്ക് യു എന്നുള്ളതിനോടൊപ്പം വി സ്പേസ് എന്നൊരു ആട്രിബ്യൂട്ടും സ്ക്രോൾ എമൗണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ മാർക്ക് യുവിൻ്റെ യൂസേജിൽ വി സ്പേസും ഉപയോഗിച്ചു ബിഹേവിയർ ഈക്വൽസ് ഓൾട്ടർനേറ്റ് എന്നൊരു വാല്യൂയും കൊടുത്തു. ഈ ഓരോ മാർക്ക് യുവിൻ്റെ യൂസേജിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ലൈൻ ഓൾ അവർ ഡ്രീംസ് ക്യാൻ എന്നത് കണ്ടില്ലേ, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യാതൊരു ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കാതെ ബൈ ഡിഫോൾട്ടുള്ള മൂവ്മെൻറ്റാണ് നമ്മളത് കാണുന്നത്. അതിനുശേഷം ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ആ ഗ്രീൻ കളറിൽ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തു. ഹൈറ്റും വിഡ്ത്തും എച്ച് സ്പേസും വി സ്പേസും ഒക്കെ സെറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ആ സ്ക്രീൻ ബ്രൗസറിൻ്റെ വിഡ്ത്ത് കംപ്ലീറ്റ് ഒക്കുപ്പൈ ചെയ്യാതെ ഹൊറിസോണ്ടൽ സ്പേസ് വിട്ടിട്ടുണ്ട്. അതുപോലെ തൊട്ട് മുകളിലത്തെ ടെക്സ്റ്റിനും ഇപ്പോൾ കാണുന്ന ഗ്രീൻ ഏരിയയ്ക്കും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അത് വി സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇഫക്റ്റാണ്. എന്ന് മാത്രമല്ല അവിടെ ഡിറക്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പ് എന്നായിരിക്കും, അതുകൊണ്ടാണ് ആ ടെക്സ്റ്റ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നത്. ശരി, മൂന്നാമത്തെ ടെക്സ്റ്റ് നോക്കിക്കോളൂ, അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടോ, വളരെ സ്ലോ ആണത്. സ്ക്രോൾ ഡിലേ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്ന കണ്ടില്ലേ, അതിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആണ്. തൊട്ട് താഴെ നോക്കിക്കോളൂ, സ്ക്രോൾ എമൗണ്ട് അത് സ്പീഡ് കൂടി ഓടുന്നു. ഇനി ഏറ്റവും അവസാനത്തേത് അവിടെ കണ്ടില്ലേ, അത് ഓൾട്ടർനേറ്റ് ആണ്, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് മാർക്ക് യു ടാഗിൻ്റെ യൂസേജ്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് ബ്ലോക്ക് ഫോമാറ്റിംഗ് ടാഗ് എന്ന് പറഞ്ഞിട്ട് വരണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് div, അതാണ് ആ ടാഗ്. ഇവിടെ നമുക്ക് വെബ് പേജിലുള്ള കോണ്ടൻറ്റ് അതിലെ കുറേ ഭാഗങ്ങളെ ഒരു സെക്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ സെക്ഷനിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും അലൈൻമെൻറ്റോ കളറോ മറ്റോ കൊടുക്കണമെങ്കിൽ സാധിക്കും. അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിനുള്ളിൽ, ഈ ഒരു സെക്ഷനുള്ളിൽ ഒന്നിലധികം പാരഗ്രാഫ്സ് ഉണ്ടാകാം, ഒരുപക്ഷെ ഒന്നിലധികം ലൈൻസ് ആയിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകാം, ഒരുപക്ഷെ ലിസ്റ്റ് ഉണ്ടാകാം. അങ്ങനെ എന്തു തന്നെ കണ്ടൻറ്റ് ആ ബ്ലോക്കിനുള്ളിൽ, ആ സെക്ഷനുള്ളിൽ ഉൾക്കൊള്ളിച്ചാലും അവർക്കെല്ലാം ഈ പറയുന്ന ആട്രിബ്യൂട്ട്സ് ബാധകമാകും. ഫോർ എക്സാമ്പിൾ അലൈൻ ഈക്വൽ സെൻട്രലൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലോക്കിനുള്ളിൽ വരുന്ന മൊത്തം ടെക്സ്റ്റിനും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇമേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ പോലും അലൈൻമെൻറ്റ് സെൻട്രലൈസ്ഡ് ആയിരിക്കും. ഇനി ഈ ഒരു ഡിവിഷന് പ്രത്യേകിച്ചൊരു ഐഡൻറ്റിഫയർ, ഒരു പേര് കൊടുക്കാൻ സാധിക്കും, മറ്റെന്തെങ്കിലും ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ID. പിന്നൊന്ന് സ്റ്റൈൽ. ആ ബ്ലോക്കിലുള്ള, ആ സെക്ഷനിലുള്ള ടെക്സ്റ്റിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കളർ കൊടുക്കണമെങ്കിലോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഫോണ്ടിൽ അതിനെ അപ്പിയർ ചെയ്യിക്കണമെങ്കിലോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ആട്രിബ്യൂട്ടാണ് സ്റ്റൈൽ. ഓക്കെ, ഇതുപയോഗിച്ചിട്ടുള്ളൊരു കോഡ് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടില്ല, ഞാൻ div എന്നൊരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ആ ഡിവിനുള്ളിൽ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പാരഗ്രാഫിന് വേണ്ടി പ്രത്യേകിച്ച് യാതൊരു സെറ്റിങ്സ് ഒന്നും നടത്തിയിട്ടില്ല, ജസ്റ്റ് ഒരു പാരഗ്രാഫ് മെൻഷനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിവിനുള്ളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് ഉണ്ട്, അതല്ലാതെ അതിന് മുകളിലൊരു ടെക്സ്റ്റും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതിന് കോമൺ ആയിട്ട് അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുത്തിരിക്കുന്നു. സ്റ്റൈലിൽ കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവിന് ശേഷം ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് എങ്ങനെ അപ്പിയർ ചെയ്യുന്നു, ഡിവിനകത്തുള്ള പാരഗ്രാഫ് എങ്ങനെ അപ്പിയർ ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നമുക്കത് കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നോക്കാം ഔട്ട്പുട്ടിലേക്ക്. കണ്ടോ, ഈ പേജിനെ വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യത്തെ 2 പാരഗ്രാഫ്സ് അത് റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് അവിടെ കളറിന് നമ്മൾ റെഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാ നമ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമതൊരു പാരഗ്രാഫായിട്ട് തന്നെ കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ ലൈൻ സ്പേസ്, അതിന് മുമ്പ് വരുന്ന ലൈൻ സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതും റെഡ് കളറിൽ തന്നെയാണ്, സെൻട്രലി അലൈൻഡ് ആണ്. അതിനുശേഷം ആ ഡിവിന് പുറത്തുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഹാപ്പിനെസ് ഈസ് നോട്ട് സംതിങ് എന്ന് തുടങ്ങുന്നത്. അത് ആസ് യൂഷ്വൽ ഒരു സെപ്പറേറ്റ് പാരഗ്രാഫ് പോലെ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇമ്പാക്റ്റ് ഓഫ് div ആട്രിബ്യൂട്ട് ഇൻ എ
in an HTML document. Okay. ഇനി നമ്മൾ പോകുന്നത് ഫോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. വെബ് പേജിൽ ഉപയോഗിക്കുന്ന കോണ്ടൻറ്റ്, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റ്, അത് വളരെ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഡിഫറെൻറ്റ് ഷേപ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് സൈസ് അതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണല്ലോ ഫോണ്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾ വേർഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേനും അവിടെയും ഫോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഡോക്യുമെൻറ്റിനെ അട്രാക്റ്റീവ് ആക്കാനായിട്ട്. ഇവിടെയും നമുക്ക് ഉപയോഗിക്കാം ഫോണ്ട് എന്നൊരു ടാഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിഫൈൻ ദി ഫോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടെക്സ്റ്റ് യൂസ്ഡ് ഇൻ എ വെബ് പേജ്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കളർ, ദെൻ ഫേസ്, മറ്റൊന്ന് സൈസ്. കളർ നമുക്ക് പരിചയമുണ്ട്. സൈസ് ആ അക്ഷരങ്ങളുടെ വലിപ്പം ക്രമീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൈസ്. ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോണ്ട് നെയിം, ഏത് ആകൃതിയിലുള്ള അക്ഷരങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതിന് ഫേസ് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഇതാ നോക്കാം, ഒരു കോഡ് സെഗ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ ഫോണ്ട് ഉപയോഗിച്ചിരിക്കുന്നു. അവിടെ ഫേസ് ആയിട്ട് ബിറ്റ്സ്ട്രീം വേറ സാൻസ് എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കളർ ബ്ലൂവിൽ കൊടുത്തു, സൈസ് 5 കൊടുത്തിരിക്കുന്നു. ആ ഫോണ്ട് എന്ന കണ്ടെയ്നർ ടാഗിനുള്ളിൽ ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ഫോണ്ടിന് പുറത്ത് ഒരു പാരഗ്രാഫായിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന്. കണ്ടില്ലേ? ഡോണ്ട് ബി അഫ്രൈഡ് ടു ഗിവ് അപ്പ് ദ ഗുഡ് ടു ഗോ ഫോർ ദി ഗ്രേറ്റ് എന്ന ടെക്സ്റ്റ് ബ്ലൂ കളറിൽ കാണുന്നുണ്ട്. അതിൻ്റെ സൈസ് നോക്കൂ. തൊട്ടടുത്ത പാരഗ്രാഫിലെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നോക്കുമ്പോൾ ആ സൈസിൽ വന്ന വ്യത്യാസം, സൈസ് ഞാൻ 5 എന്നേ കൊടുത്തുള്ളൂ, അപ്പോഴത്തേനും തന്നെ ഇത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട്. കളർ ബ്ലൂവിൽ കാണിക്കുന്നുണ്ട്. ഫോണ്ടിലും വ്യത്യാസമുണ്ട്. കണ്ടില്ലേ? ഫോണ്ട് ഫേസ് ഈ ഒരു ഷേപ്പിനെയാണ് ബിറ്റ്സ്ട്രീം വേറ സാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. താഴത്തെ ഫോണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. റൈറ്റ്? സോ ദാറ്റ്സ് അബൌട്ട് എ ഫോണ്ട് ടാഗ്. നൗ വി മൂവ് ഓൺ ടു സം HTML entities for reserved characters. അതെന്തുവാ ഈ റിസർവ്ഡ് ക്യാരക്ടേഴ്സ്? ചില അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചില സിംബൽസ് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ അതിനെ അതേപടി ഉപയോഗിച്ചാൽ സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ലെസ് ദാൻ സിംബൽ, ഗ്രേറ്റർ ദാൻ സിംബൽ, പിന്നെ നമ്മൾ ഈ കോപ്പി റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സിംബലുണ്ടല്ലോ, വട്ടത്തിനുള്ളിൽ വരുന്നത്, ട്രേഡ് മാർക്ക്, ഈവൻ സ്പേസ്. നമ്മളൊരു ടെക്സ്റ്റിനിടയിൽ കൂടുതൽ സ്പേസ് വേണമെന്ന് കരുതി സ്പേസ് ബാർ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ അതൊന്നും കാണത്തില്ലല്ലോ. വെബ് പേജിലാകുമ്പോൾ അതൊന്നും കാണാൻ സാധിക്കത്തില്ല. എക്സാക്ട്ലി ഒരൊറ്റ സ്പേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇഫ് യു വാണ്ട് മോർ സ്പേസസ്, വൈറ്റ് സ്പേസസ് ബിറ്റ്വീൻ 2 വേർഡ്സ്, അതിനൊക്കെ ഈ HTML എൻറ്റിറ്റീസ് ഉപയോഗിക്കണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഈ ഒരു ടേബിളിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താ ഈ ഒരു പ്രത്യേകതയാണ്, എല്ലാ എൻറ്റിറ്റിയും സ്റ്റാർട്ട് ചെയ്യുന്നത് ആംപർസാൻഡ് സിംബലിലും അവസാനിക്കുന്നത് സെമികോളനിലുമാണ്. ദ ആംപർസാൻഡ് NBSP. ഇപ്പം നോൺ ബ്രേക്കിംഗ് സ്പേസ്, പേര് കേട്ട് പേടിക്കണ്ട, സാധാരണ സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈറ്റ് സ്പേസ്. ആ വൈറ്റ് സ്പേസ് ഒന്നിലധികം കിട്ടണമെന്നുണ്ടെങ്കിൽ ആംപർസാൻഡ് NBSP എന്ന് ഉപയോഗിക്കാം. ഡബിൾ കോട്ട്സ് കിട്ടാനുള്ളത് ആംപർസാൻഡ് കോട്ട്, പിന്നെ ഒരു അപ്പോസ്ട്രഫി നമുക്ക് കിട്ടണമെങ്കിൽ ആംപർസാൻഡ് APOS, ആംപർസാൻഡിന് വേണ്ടി ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. ഇതൊന്ന് കണ്ടാൽ മതി. ഈ ടേബിളിൽ കുറേയേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ HTML കോഡിൽ ഉപയോഗിക്കേണ്ട എൻറ്റിറ്റീസാണ് രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇഫക്റ്റാണ് മൂന്നാമത്തെ കോളത്തിൽ കാണുക. ക്ലിയർ? നമുക്കൊരു കോഡ് നോക്കാം. ശ്രദ്ധിച്ചോളണേ. ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഞാൻ ഉപയോഗിച്ച് 3 ലൈൻസ് ആയിട്ട് തന്നെ കൊടുക്കും. കാരണം BR ടാഗ് ഉപയോഗിച്ചല്ലോ. ദ ടാഗ്സ് ഓഫ് HTML ആർ എൻക്ലോസ്ഡ് ഇൻ ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ സിംബൽസ്. വളരെ ശ്രദ്ധിക്കുക. ഞാൻ അവിടെ ലെസ് ദാൻ എന്നും ഗ്രേറ്റർ ദാൻ എന്നും സിംബൽ ഉപയോഗിച്ചു. തൊട്ട് മുമ്പ് പറഞ്ഞ എന്താ, ഈ സിംബൽ വെബ് പേജിൽ കിട്ടണമെങ്കിൽ എൻറ്റിറ്റീസ് ഉപയോഗിക്കണമെന്നല്ലേ പറഞ്ഞേ. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാമെന്ന്. ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ 2 സിംബലും ഞാൻ ഉപയോഗിച്ചു. പിന്നെ ഒരു ബ്രേക്ക് ടാഗ് ഉപയോഗിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആൻ HTML ഡോക്യുമെൻറ്റ് ബിഗിൻസ് വിത്ത് HTML ടാഗ്. ഒരുപക്ഷെ HTML എന്ന ലാംഗ്വേജിനെ കുറിച്ച് ഒരു വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ, ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്താൽ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കേണ്ടി വരുമല്ലോ. അതിനുവേണ്ടിയാണ്. സോ അതിനകത്തുണ്ടാകാൻ സാധ്യതയുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ആൻ HTML ഡോക്യുമെൻറ്റ് ബിഗിൻസ് വിത്ത് HTML ടാഗ്. അവിടെയും ഞാൻ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിംബൽ ഉപയോഗിച്ചു അലോങ് വിത്ത് ദ വേർഡ് HTML. റൈറ്റ്? മൂന്നാമത് നോക്കാം. ആൻ HTML ഡോക്യുമെൻറ്റ് ബിഗിൻസ് വിത്ത് ആംപർസാൻഡ് LT സെമികോളൺ HTML ആംപർസാൻഡ് GT സെമികോളൺ ടാഗ്. അവിടെ ഞാൻ HTML എൻറ്റിറ്റി ഉപയോഗിച്ചു. ലെസ് ദാനിന് വേണ്ടിയിട്ടുള്ളതും ഗ്രേറ്റർ ദാനിന് വേണ്ടിയിട്ടുള്ളതുമായ സിംബൽസ് യൂസ് ചെയ്തു. എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. എൻ്റെ വെബ് പേജ് എടുത്ത് നോക്കാം. ഇതേ കണ്ടില്ലേ? ഫസ്റ്റ് ലൈൻ കുഴപ്പമൊന്നുമില്ല, കിട്ടി. ദ ടാഗ്സ് ഓഫ് HTML ആർ എൻക്ലോസ്ഡ് ഇൻ ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ സിംബൽസ്. കണ്ടില്ലേ? HTML എൻറ്റിറ്റീസ് ഉപയോഗിക്കേണ്ടി വന്നില്ല. ലെസ് ദാൻ സിംബലും ഗ്രേറ്റർ ദാൻ സിംബലും അവിടെ അതേപടി കാണിച്ചിട്ടുണ്ട്.
എന്നാൽ സെക്കൻഡ് ലൈനിലോ ശ്രദ്ധിച്ചു നോക്കിയോളൂ. ആൻ HTML ഡോക്യുമെൻറ്റ് ബിഗിൻസ് വിത്ത് ടാഗ്. HTML എന്ന വാക്കേ കാണാനില്ല. HTML എന്ന ടാഗ് രണ്ടാമത്തെ ലൈനിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരുന്നു, അവിടെ അത് കാണുന്നില്ല. ഇനി വീണ്ടും മൂന്നാമത്തേൽ വരാം. ആൻ HTML ഡോക്യുമെൻറ്റ് ബിഗിൻസ് വിത്ത് HTML ടാഗ്. കണ്ടില്ലേ, അവിടെ ആംപർസാൻഡ് LTക്ക് പകരം ലെസ് ദാൻ സിമ്പിളും ഗ്രേറ്റർ ദാൻ സിമ്പിളും ഉപയോഗിച്ചു. എന്ത് മനസ്സിലായി? നമ്മൾ തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റിൽ HTMLലെ ഏതെങ്കിലും ടാഗുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിക്കുകയോ, അതുപോലെ ഏതെങ്കിലും HTMLലെ കീവേഡ്സ് അല്ലെങ്കിൽ റിസർവ്ഡ് വേർഡ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഈ സ്പെഷ്യൽ സിമ്പിൾസ് ഉപയോഗിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. കണ്ടില്ലേ, വെറുതെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ആ സിമ്പിൾ അതേപടി കിട്ടി. പക്ഷേ HTML ടാഗ് എന്ന നിലയിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾസ് യൂസ് ചെയ്തപ്പോൾ അത് വെബ് പേജിൽ കാണാനില്ല. അത് കാണിക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു? HTML എൻറ്റിറ്റി ആയിട്ടുള്ള ആംപർസാൻഡ് LT സെമിക്കോളൺ ആംപർസാൻഡ് GT സെമിക്കോളൺ ഉപയോഗിച്ചു. സോ ദിസ് ഈസ് ദ യൂസേജ് ഓഫ് HTML എൻറ്റിറ്റീസ് ഇൻ ഡിസൈനിങ് വെബ് പേജസ്. ക്ലിയർ? നൗ കമൻസ് ഇൻ HTML ഡോക്യുമെൻ്റ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് കമൻസ് കൊടുക്കാം. കമൻസ് നമ്മൾ C++ പ്രോഗ്രാം ചെയ്തപ്പോൾ ഉപയോഗിച്ചു അല്ലേ? സിംഗിൾ ലൈൻ കമൻറ്റ് ആൻഡ് മൾട്ടി ലൈൻ കമൻറ്റ് എന്ന നിലയിൽ ഡബിൾ സ്ലാഷും ഒക്കെ ഉപയോഗിച്ചിട്ട് HTML ഡോക്യുമെൻ്റ് തയ്യാറാക്കുമ്പോഴും വി ക്യാൻ ഇൻക്ലൂഡ് കമൻസ് ഇൻ ദോസ് ഡോക്യുമെൻറ്റ്സ്. എന്ത് ചെയ്താൽ മതി? ദേ ഈ ഒരു ടാഗിനുള്ളിൽ, ടാഗ് ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ്, 2 എക്സ്ക്ലമേഷൻ മാർക്കിനുള്ളിൽ എന്തെഴുതി വെച്ചാലും ദാറ്റ് വിൽ നോട്ട് ബി ഡിസ്പ്ലേഡ് ബൈ ദ വെബ് ബ്രൗസർ ആൻഡ് ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ കമൻറ്റ്. ഓക്കെ, ഇത് നോക്കിക്കോളൂ, എൻ്റെ ഒരു കോഡ് ഞാൻ കാണിക്കുന്നുണ്ട്. അവിടെ കാണുന്നു, ആ റെഡ് കളറിൽ കാണുന്നു. അപ്പോൾ തന്നെ അത് റെഡ് കളറിലേക്ക് മാറി. ജീനിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കൊമൻ്റായിട്ട് എന്താണോ ഉപയോഗിക്കുന്നത് അത് റെഡ് കളറിലേക്ക് മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടോ? ദാറ്റ് ലൈൻ ഈസ് നോട്ട് ഡിസ്പ്ലേഡ്. കണ്ടില്ലേ, ഒരൊറ്റ ഞാൻ എൻ്റെ ആക്ച്വൽ HTML ഡോക്യുമെൻറ്റിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തു, പക്ഷേ അത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തപ്പോഴത്തേനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കാണുന്നുള്ളൂ. കമൻറ്റ് ഈസ് ഇഗ്നോർഡ് ബൈ ദി വെബ് ബ്രൗസർ. മറ്റൊരു പ്രധാനപ്പെട്ട ടാഗ് വെബ് പേജുകളെ ആകർഷകമാക്കാനായിട്ട്, അട്രാക്റ്റീവ് ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇമേജസ്. അതിനകത്ത് ഉൾക്കൊള്ളിക്കാം. ഇമേജസിനെ നമ്മൾ ഓൾറെഡി ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞു. എവിടെ? ബാക്ക്ഗ്രൗണ്ടായിട്ട്. ഒരു വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇമേജ് കൊണ്ടുവന്നു. എന്നാൽ വെബ് പേജിലെ കോണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതോടൊപ്പം, ടെക്സ്റ്റിനോടൊപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെക്സ്റ്റിനെ കൂടുതൽ ആകർഷകമാക്കാൻ, കൂടുതൽ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി ഇമേജസ് കൊടുക്കുന്നത് നല്ലതാണല്ലോ. അത്തരം ഇമേജസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് HTML പ്രൊവൈഡ്സ് യു എ ടാഗ് IMG ടാഗ്, by which you can insert an image in a web page. നോക്കാം അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഹൈറ്റ്, വിഡ്ത്ത്, V സ്പേസ്, H സ്പേസ്, അലൈൻ, ബോർഡർ, ആൾട്ട്, ഇത്രയും ആട്രിബ്യൂട്ട്സ് ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. IMGയുടെ ആട്രിബ്യൂട്ട്സ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടായിട്ട് നമുക്ക് പറയേണ്ടത് SRC എന്നൊരു ആട്രിബ്യൂട്ടാണ്. സോഴ്സ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമേജിൻ്റെ ഫയൽ നെയിം വിത്ത് ദ ഫുൾ പാത്ത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആട്രിബ്യൂട്ടാണ് SRC. ഹൈറ്റും വിഡ്ത്തും, വെബ് പേജിൻ്റെ എന്തുമാത്രം ഏരിയയിലാണ് ഹൈറ്റായിട്ടും വിഡ്ത്തായിട്ടും സെറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനാണ് ഹൈറ്റ്, വിഡ്ത്ത് എന്നീ ആട്രിബ്യൂട്ട്സ്. V സ്പേസ്, H സ്പേസ് ഉദ്ദേശിക്കുന്നത് ഈ ഇമേജിൻ്റെ മുകളിലും താഴെയും എന്തുമാത്രം സ്പേസ് വിട്ടേക്കണം, അത് V സ്പേസിൽ പറയാം. നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഇമേജിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും എന്തുമാത്രം സ്പേസ് വിടണം എന്ന് തീരുമാനിക്കുന്നത് H സ്പേസ് എന്ന ആട്രിബ്യൂട്ടിലൂടെയാണ്. അലൈൻ, ആ ഇമേജിനെ വെബ് പേജിൻ്റെ ഏത് ഭാഗമാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, സെൻറ്റർ വേണോ, ലെഫ്റ്റ് അലൈൻഡ് വേണോ, റൈറ്റ് അലൈൻഡ് വേണോ, പരിചയമുണ്ട്. ബോർഡർ, ഇമേജിന് ചുറ്റും ഒരു ബോർഡർ ലൈൻ വേണമോ, അതിൻ്റെ തിക്നെസ് എന്തുമാത്രം വേണം, തുടങ്ങിയ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് ബോർഡർ ടാഗ് ഉപയോഗിക്കുന്നത്. ആൾട്ട് ഇമേജിന് ചുറ്റും ഒരു ബോർഡർ ലൈൻ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനാണ് ബോർഡർ ആട്രിബ്യൂട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. മറ്റൊന്നുള്ളത് ആൾട്ട്. ഒരുപക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇമേജ്, ആ ഇമേജ് വെബ് പേജിൽ ഉൾക്കൊള്ളിക്കുമ്പോഴത്തേന് അതിൻ്റെ കറക്റ്റ് പാത്തൊക്കെ പറയണം. ബ്രൗസർ ആ ഇമേജിനെ ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ വെബ് പേജിൽ ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഇമേജ് കാണാതെ വരികയാണെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും. നമ്മൾ വെബ് പേജ് ഈ HTML ഡോക്യുമെൻ്റ് ഡിസൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോൾഡറിൽ നിന്നും ആ ഇമേജിനെ മാറ്റുകയോ മറ്റേതെങ്കിലും ഫോൾഡറിലേക്ക് മാറ്റുകയോ ആ മാറ്റങ്ങളൊന്നും വെബ് പേജിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ
ബ്രൗസറിന് ആ ഇമേജിനെക്കുറിച്ച് വിവരം കിട്ടണമെന്നില്ല. ആ ഇമേജ് ഫയലിൻ്റെ നെയിം, ഫയൽ നെയിം, ആക്ച്വൽ നെയിമും നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന നെയിമും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാലും ബ്രൗസർ വിൽ നോട്ട് ബി ഏബിൾ ടു ഡിസ്പ്ലേ ദാറ്റ് പർട്ടിക്കുലർ ഇമേജ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രൊവിഷൻ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. അതിന് പകരം അവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബ്രൗസറിന് ഒരു ടെക്സ്റ്റ് ആ സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് എന്നാണ് അത് മീൻ ചെയ്യുന്നത്. നോക്കാം അതുമായി ഈ IMG ടാഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു HTML ഡോക്യുമെൻറ്റ്. ഇവിടെ ഞാൻ SRC എന്ന ആട്രിബ്യൂട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. IMG ടാഗിനോടൊപ്പം നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ആട്രിബ്യൂട്ടാണല്ലോ SRC. ഫയൽ നെയിം ഇല്ലാതെ എന്ത് ഇമേജ് അല്ലേ? അപ്പോൾ SRC ഉപയോഗിച്ചു. ഫയൽ നെയിമായിട്ട് ഞാൻ www.jpeg അതാണ് എൻ്റെ ഫയൽ നെയിം. ഈ ഫയൽ നെയിം HTML ഡോക്യുമെൻറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അതേ ഫോൾഡറിൽ തന്നെ ഉള്ളത് കൊണ്ടാണ് പാത്ത് ഉപയോഗിക്കേണ്ടി വരാത്തത്. അതേസമയം നമ്മുടെ HTML ഡോക്യുമെൻറ്റും ഫയലും ഡിഫറൻറ്റ് ഫോൾഡേഴ്സിലാണെങ്കിൽ ഇവിടെ പാത്ത് സ്പെസിഫൈ ചെയ്യേണ്ടി വരും. നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന്. ഇതാ കണ്ടില്ലേ, നമ്മുടെ ബോഡിക്കകത്ത് ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, ഇൻസേർട്ടിങ് ഇമേജ് വിത്ത് വേരിയസ് സെറ്റിംഗ്സ് എന്ന്. അതിനുശേഷം IMG ടാഗ് ഉപയോഗിച്ചു. ആ ഫിഗർ നിങ്ങൾ കാണുന്നു. ആ ഇമേജിൻ്റെ ആക്ച്വൽ സൈസ് എന്താണോ ആ രൂപത്തിലാണ് ഇപ്പോൾ ബ്രൗസറിൽ നമ്മൾ ആ ഇമേജിനെ കാണുന്നത്. അതിനുശേഷമുള്ള ടെക്സ്റ്റ്, ദിസ് ഈസ് ദ സിമ്പിൾ യൂസ് ഓഫ് IMG എന്ന് കണ്ടില്ലേ, അത് ആ ഇമേജിൻ്റെ തൊട്ട് പിന്നാലെ ആ ടെക്സ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. ബ്രൗസറിൽ പിന്നെയും സ്പേസ് ബാക്കിയുണ്ടല്ലോ ആ ലൈനിൽ, ഇമേജ് കാണുന്ന ലൈനിൽ ബ്രൗസറിൽ പിന്നെയും സ്പേസ് ബാക്കിയുണ്ടല്ലോ. ആ സ്പേസ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ നെക്സ്റ്റ് ടെക്സ്റ്റ്, ദ റിമൈനിങ് ടെക്സ്റ്റ് വിച്ച് ഈസ് എന്തോ അത്, ദിസ് ഈസ് ദ സിമ്പിൾ യൂസ് ഓഫ് IMG. അതവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാനിവിടെ ആരോ മാർക്കിടാൻ കാര്യം, ആ ടെക്സ്റ്റ് ഇമേജിൻ്റെ ബോട്ടം ലൈനിനോട് ചേർന്നാണ് കാണുന്നത്. ഇമേജിന് വേണ്ടി കുറേ സ്പേസ് എടുത്തല്ലോ, ആ ഇമേജിൻ്റെ ബോട്ടം ലൈനിനോട് ചേർന്നാണ് ദിസ് ഈസ് ദ സിമ്പിൾ യൂസ് ഓഫ് IMG എന്ന ആ ടെക്സ്റ്റ് ഡിസ്പ്ലേഡ് ആയിരിക്കുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യണേ. ചില ആട്രിബ്യൂട്ട്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ദ സെയിം പ്രോഗ്രാം തന്നെ ഞാൻ അല്പം കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിരിക്കുന്നു. ഇവിടെ IMGയുടെ ഡിഫറൻറ്റ് ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കോഡ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. IMGയിൽ ആദ്യ ഭാഗത്ത് SRC, അതിനൊരു മാറ്റമില്ല, സെയിം ഇമേജ് തന്നെയാണ്. പക്ഷേ ആദ്യത്തെ യൂസേജിൽ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ യൂസേജിൽ ഹൈറ്റും വിഡ്ത്തും അത് തന്നെ, പക്ഷേ V സ്പേസും H സ്പേസും കൂടി സെറ്റ് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ യൂസേജിൽ ഹൈറ്റ് വിഡ്ത്ത് അതിനോടൊപ്പം അലൈൻമെൻറ്റ് സെറ്റ് ചെയ്തു. അലൈൻ സെൻറ്റർ പറഞ്ഞു. ബോർഡർ ഈക്വൽസ് 5, ബോർഡർ എന്ന ആട്രിബ്യൂട്ട് കൂടി ഉപയോഗിച്ചു. ബോർഡറിനൊരു ന്യൂമറിക് വാല്യൂ കൊടുത്തു. അതിനുശേഷം കാണുന്നിടത്ത് ഹൈറ്റും വിഡ്ത്തും ഉണ്ട്, വേറൊന്നും ഉപയോഗിച്ചില്ല. പക്ഷേ അവിടെ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം. SRCയിൽ ഫയൽ നെയിം കണ്ടോ? ബാക്കി എല്ലായിടത്തും www എന്നാണ് കണ്ടത്. പക്ഷേ ഇവിടെ 1 2 3 4 നാലാമത്തെ യൂസേജിൽ www 4 പ്രാവശ്യം W ഉണ്ട്. ഫയൽ നെയിമിലൊരു വ്യത്യാസമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് അവിടുത്തെ ഡിഫറൻസ്. ഏറ്റവും ഒടുവിലത്തെ യൂസേജിൽ alt എന്ന ആട്രിബ്യൂട്ടും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഫയൽ നെയിം തെറ്റിച്ച് തന്നെ കൊടുത്തു, പക്ഷേ alt എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചു. നോക്കാം ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത്. രണ്ടും ഞാൻ സൈഡ് ബൈ സൈഡായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആദ്യ ഭാഗത്ത് ഹൈറ്റും വിഡ്ത്തും മാത്രം സെറ്റ് ചെയ്തു. അതിൻ്റെ ഇഫക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. കോഡിലെ HTML കോഡിൽ എന്ത് ആട്രിബ്യൂട്ട്സിനാണോ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അത് ഞാൻ റെഡ് ഡോട്ടഡ് ലൈനിൽ അണ്ടർലൈൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇഫക്റ്റ് വലതുവശത്ത് കാണുന്ന ബ്രൗസറിൽ കാണുന്ന പേജിൽ ആരോ മാർക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, അവിടെയും ആ ഇമേജിൻ്റെ ബോട്ടം ലൈനിലാണ് ആ ടെക്സ്റ്റ്, റിമൈനിങ് ടെക്സ്റ്റ് കാണുന്നത്. പിന്നെ ഇമേജിന് വേണ്ടി ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്തു. നേരത്തെ തൊട്ട് മുമ്പ് കണ്ടത് കുറേ കൂടി വലിയ സൈസിലായിരുന്നു. ഇപ്പോൾ 50 പിക്സൽസ്, ഹൈറ്റ് 50 പിക്സൽസ്, വിഡ്ത്ത് 50 പിക്സൽസ് എന്ന നിലയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് നോക്കാം. രണ്ടാമത്തെ യൂസേജിൽ V സ്പേസിൻ്റെയും H സ്പേസിൻ്റെയും ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. കണ്ട, ആ ഇമേജ് അല്പം മാറിയിരിക്കുന്നു. ബ്രൗസറിൻ്റെ ഇടതുവശത്തു നിന്നും അല്പം മാറിയിരിക്കുന്നു. മുകളിലും അല്പ സ്പേസ് ഉണ്ട്. ഞാൻ അവിടെ ആ യെല്ലോ കളറിലുള്ള ഡബിൾ എൻഡഡ് ആരോയിൽ കാണിക്കുന്നത് ആ ഇമേജിന് ചുറ്റുമുള്ള വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയുമുള്ള സ്പേസാണ്. 20 എന്ന വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇഫക്റ്റ് കാണുന്നു. അതുകൊണ്ട് തന്നെ അതിന് ശേഷമുള്ള ടെക്സ്റ്റ് യൂസ് ഓഫ് V സ്പേസ് ആൻഡ് H സ്പേസ് എന്ന ടെക്സ്റ്റ് അല്പം മാറിയാണ് നിൽക്കുന്നത്. ഇമേജിൽ നിന്നും വലതുവശത്തേക്ക് അല്പം മാറിയാണ് നിൽക്കുന്നത്. തൊട്ട് മുകളിലത്തെ ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത യൂസേജിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചോളൂ. അലൈൻ ഈക്വൽസ് സെൻറ്റർ, ബോർഡർ ഈക്വൽസ് 5. അതാണ് അവിടുത്തെ ഡിഫറൻസ്. കണ്ടില്ലേ, ആ ഇമേജിന് ചുറ്റും ഒരു ബോർഡർ ലൈൻ വന്നു കഴിഞ്ഞു. മറ്റൊരു പ്രത്യേകത, ഇമേജിന് ശേഷമുള്ള ടെക്സ്റ്റ് അതിൻ്റെ പൊസിഷൻ കണ്ടോ? അവിടെ ആ ഇമേജിനെ ടെക്സ്റ്റിൻ്റെ സെൻട്രലൈസ്ഡ് രീതിയിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. വെബ് പേജിലുള്ള ടെക്സ്റ്റിൻ്റെ
ടെക്സ്റ്റിനെ ബോട്ടം ലൈൻ ചെയ്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇമേജ് ഡിസ്പ്ലേഡ് ആകുക. ഇനി അലൈൻ ഈക്വൽസ് ബോട്ടം എന്ന് കൊടുത്താലും അത് തന്നെയായിരിക്കും ഇഫക്റ്റ്. ഔട്ട്പുട്ടിൽ കാണുന്ന ആദ്യത്തെ രണ്ട് കേസിലും ബോട്ടം ലൈനിൽ ടെക്സ്റ്റിൻ്റെ ബോട്ടം ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇമേജ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. എന്നാൽ മൂന്നാമത് ഇമേജ് കാണുന്നിടത്ത്, ബോർഡർ ഉപയോഗിച്ച് ഇമേജ് കാണുന്നിടത്ത് ടെക്സ്റ്റിൻ്റെ ആ ലൈനിലുള്ള ടെക്സ്റ്റിൻ്റെ സെൻട്രലൈസ്ഡ് രീതി അലൈൻമെൻറ്റിലാണ് ഇമേജ് കാണിച്ചിരിക്കുന്നത്. വ്യത്യാസം മനസ്സിലാക്കുക. ഇപ്പോൾ യെല്ലോ കളർ ആരോ ഉപയോഗിച്ച് ഞാൻ കാണിക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ടെക്സ്റ്റിൻ്റെ സെൻട്രലൈസ്ഡ്, ആ ടെക്സ്റ്റ് സെൻട്രലൈസ്ഡ് വരത്തക്ക രീതിയിലാണ്, ഇമേജിൻ്റെ സെൻട്രലായിട്ട് വരത്തക്ക രീതിയിലാണ് ആ ഇമേജിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അടുത്ത കേസ് നോക്കാം. SRC ഈക്വൽസ് WWW 4 പ്രാവശ്യം W എന്ന വാക്ക് ഉപയോഗിച്ചേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കണ്ടോ? ആ ഇമേജിനെ കാണിക്കാനായിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ട്. 50 ഹൈറ്റും 50 വിഡ്ത്തുമുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊന്നും കാണുന്നില്ല, മറ്റെന്തോ ഒരു ഐക്കണാണ് കാണുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഫയൽ മിസ്സിങ്ങിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ഭാഗത്തെത്തുമ്പോഴോ അവിടെയും എന്താ പറയുക, തെറ്റായ ഒരു ഫയൽ നെയിം യൂസ് ചെയ്തു. പക്ഷേ അവിടെ ആ ഇമേജ് കാണിക്കേണ്ട സ്ഥലത്ത് വെറും ബ്ലാങ്ക് ആയിട്ടിരിക്കുകയല്ല, പകരം ഓൾട്ട് എന്ന ആട്രിബ്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് കാണിക്കുന്നു. ഇമേജ് ഓഫ് WWW. ആ WWW എന്നുള്ളത് കാണുന്നില്ല, കാരണം വലിയ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ്. ഓൾട്ടിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ആ ഇമേജിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന 50-50 ഏരിയയ്ക്കകത്ത് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആ WWW എന്ന ഭാഗം കാണാത്തത്. എനിവേ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമേജ് മിസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ ഓൾട്ടിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് വിൽ ബി ഡിസ്പ്ലേഡ്. ക്ലിയർ? 4ാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി. അവിടെ നമ്മൾ കുറേ തിയററ്റിക്കൽ ആസ്പെക്ട്സ് കണ്ടു വെബ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടത്. അതിൻ്റെ 2ാം ഭാഗമെന്ന നിലയിൽ കുറേയേറെ ടാഗുകൾ ഉപയോഗിച്ച്, ബേസിക്സ് ആയിട്ടുള്ള കുറേ ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് വെബ് ഡിസൈനിങ് തുടങ്ങി വെച്ചു. മനോഹരങ്ങളായ വെബ് പേജുകൾ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എസെൻഷ്യൽ ടാഗ്സ് കണ്ടു, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് കണ്ടു, ഇമേജ് ടാഗ്, ഫോണ്ട് ടാഗ്, ഇതൊക്കെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ടാഗുകളായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അടുത്ത ചാപ്റ്ററിൽ കൂടുതൽ മനോഹരമായ വെബ് പേജുകൾ ഡിസൈൻ ചെയ്യാനുള്ള ടാഗുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന് മുമ്പ് നമ്മളൊരു പണി ചെയ്തുകൊണ്ട് വരികയായിരുന്നു. എന്തുവാ? ഒരു ടേബിൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ടേബിളിനകത്ത് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടാഗുകൾ, അവയുടെ ഉപയോഗം, അതുമായി ബന്ധപ്പെട്ട ആട്രിബ്യൂട്ട്സ്, ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും ഇഫക്റ്റ്, ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു ടേബിളാണല്ലോ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നത്. അത് നിങ്ങൾ വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ടാഗുകളും അനുബന്ധ ആട്രിബ്യൂട്ട്സുകളും കൂടി ചേർത്തുകൊണ്ട് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങളുടെ അധ്യാപകരുമായി പങ്കുവയ്ക്കുക. എല്ലാം അതിനുള്ളിൽ വന്നുവെന്ന് ഉറപ്പാക്കുക. ഒപ്പം ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്ന വെബ് പേജുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ് പേജുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ, നിങ്ങളുടെ മൊബൈൽ ഫോൺ സൗകര്യമുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയാത്തവർക്ക്, മൊബൈൽ ഫോൺ ഇല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തീർച്ചയായിട്ടും സ്കൂൾ തുറക്കുമ്പോൾ ഇതൊക്കെ പോയി അവിടെ ചെയ്ത് കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ സൗകര്യം ഉള്ളവർ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒത്തിരി എന്താ പറയുക, ഒരു ട്രയൽ ആൻഡ് എറർ ബേസിസിലൂടെ നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ്സ് നടത്തിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച വെബ് പേജുകൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിക്കോളൂ. അങ്ങനെ നമ്മൾ ഒടുവിൽ നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വെബ് പേജുകളെല്ലാം ചേർത്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഫോം ചെയ്യും. ആ വെബ്സൈറ്റ് നമ്മൾ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ വെബ്സൈറ്റും ഏതാനും ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാക്കാം. ഓൾ ദി ബെസ്റ്റ്.